കാക്കാനുള്ള ബോർഡല്ല. പങ്കെടുത്തു. കണ്ണൂർ കോർപ്പറേഷന്റെ 3 പരിപാടികൾ 14, മാങ്ങാട്ടടുത്തൊന്ന് 15, തില്ലങ്കേരിയിൽ 2, 17. അതിന്റെ ശേഷം കോഴിക്കോട് 18, പേരാവൂർ 19, കോളയാട് 20, കേളകം 21, ആറളം 22, ശ്രീകണ്ഠാപുരം 23, പയ്യാവൂർ 24, ഇതിന് 22. ഉദ്ദേശിച്ചതിനേക്കാളും വളരെ വൈകിയാണ് എത്തിച്ചേരാൻ സാധിച്ചത്. എന്നോട് ക്ഷമിക്കണം, ബോധപൂർവമല്ല. ഈ നാട്ടിലെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഇത്ര വൈകിട്ടും നിങ്ങളെല്ലാവരും ഇവിടെ കാത്തു നിന്നത് കേട്ടത് കൂടുതലായി പ്രസംഗിക്കുന്നില്ല. ഇനി 2 പരിപാടിയും കൂടെ ഉള്ളൂ. പനമരത്ത് ചെല്ലണ്ടെന്ന് പറഞ്ഞു. കാരണം ഇപ്പൊ ഇനി ഇവിടുന്ന് 2 പരിപാടിയും കൂടെ കഴിഞ്ഞ് പനമരത്ത് എത്തുമ്പോൾ ഏതാണ്ട് 2 മണിയാവും എന്നതുകൊണ്ട്, ഡേറ്റ് മാറും എന്നതുകൊണ്ട് ഇപ്രാവശ്യം വേണ്ട എന്നവർ പറഞ്ഞ് ഏതാണ്ട് സമ്മതിപ്പിച്ചിട്ടുണ്ട്. വീഡിയോയിൽ ചെന്നാൽ മതി എന്ന് അവരുണ്ട്. ഞാനിത് പറഞ്ഞത് ത്തിന്റെ ബ്ലാത്തൂരും ഈ ബ്ലാത്തൂരിനെയും കൂടെ ഉദ്ദേശിച്ചിട്ടാ പറഞ്ഞത്. ഇവിടെ വരണമെന്ന് പറഞ്ഞപ്പോ ഇത്ര വൈകുമ്പോ നിങ്ങൾ ആരെങ്കിലും ഇവിടെ കാണുമെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ആ സമയമെല്ലാം തെറ്റിയിട്ടും നിങ്ങളിവിടെ നിൽക്കുമ്പോ അത് ഈ സമയം നമ്മൾ ഏറ്റെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തെ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നിങ്ങൾക്കറിയാം, നാട്ടിലെ സാധാരണ ഒരു വിശ്വാസി 41 ദിവസം വ്രതമെടുത്ത് മണിക്കൂറുകളോളം ഇവിടുന്ന് യാത്ര ചെയ്ത് സന്നിധാനത്തെത്തി അവിടെ മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് 18 പടി ചവിട്ടി അയ്യന്റെ ദർശനം കിട്ടുന്നത് ചിലപ്പോൾ ഏതാനും സെക്കൻഡുകൾ മാത്രമായിരിക്കും. ആ സെക്കൻഡിൽ ആരോഗ്യത്തിനും ആയുസ്സിനും അഭിവൃദ്ധിക്കും അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച് അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എത്ര ചുരുക്കം സെക്കൻഡാണെങ്കിലും അവരുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ, ഏറ്റവും ദൈവികമായ ഒരു മുഹൂർത്തമായി അവരതെന്നും കൊണ്ടു നടക്കും. അടുത്ത വർഷവും മണ്ഡലകാലത്ത് വീണ്ടും അവിടെ പോവാൻ ആഗ്രഹിക്കും. ഇന്ത്യ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ആരാധനാലയങ്ങളിൽ ഒന്ന്, ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഇടം, ആ ഇടത്ത് അയ്യന്റെ സ്വർണം 4.5 കിലോ ഒരു സർക്കാർ സംവിധാനത്തിന്റെ കൂട്ടോടെ അടിച്ചു മാറ്റിയവർക്ക് കേരളത്തിലെ ജനത ഇനി മാപ്പ് കൊടുക്കില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആവണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ പട്ടികയിൽ ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോൾ ചില സഖാക്കളും ഉണ്ടായിരിക്കും എന്ന കാര്യത്തിനും സംശയം വേണ്ട. കാരണം ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ദേവസ്വത്തിന്റെ അയ്യന്റെ സ്വർണം കാക്കാനുള്ള ബോർഡാണ്, കക്കാനുള്ള ബോർഡല്ല എന്ന് അവർക്കും അറിയാം. പാർട്ടിയുടെ പ്രധാനപ്പെട്ട പദവിയിലിരുന്ന ആളുകളെ ഈ നാട്ടിലെ സാധാരണ മാർക്സിസ്റ്റുകാരൻ കഠിനാധ്വാനം ചെയ്ത് ജോലി ചെയ്ത് അധ്വാനിച്ച് അവരുടെ പാർട്ടിയെ ജയിപ്പിച്ച് അധികാരത്തിലേറ്റി ആ അധികാരം ഉപയോഗിച്ച് അവരുടെ പാർട്ടി ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് വെച്ച ആളുകൾ ഇങ്ങനെ ചെയ്യണമെന്നല്ല അവരാരും ആഗ്രഹിക്കുന്നുണ്ടാവുക. ആർക്കും ന്യായീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, PM ശ്രീ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇവിടെ 10-ാം തീയതി പ്രധാനമന്ത്രിയെ കണ്ട ശേഷം മന്ത്രിസഭയിലെ 4 അംഗങ്ങൾ അറിയാതെ, ഇവിടെ മുന്നണി ചർച്ച ചെയ്യാതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം
നാട്ടിൽ പോളിറ്റ് ബ്യൂറോയുടെ തലപ്പത്തിരിക്കുന്ന MA ബേബി പോലും അറിയാതെ, D രാജ അറിയാതെ, ബിനോയ് വിശ്വം അറിയാതെ 16-ാം തീയതി അത് ഒപ്പിട്ട് കൊടുത്തത് എന്തിനാണ് എന്ന് ഇപ്പൊ തിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് കത്തും കൂടി അയച്ച സ്ഥിതിക്ക് പാർട്ടി പ്രവർത്തകരോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അവർക്കും പ്രയാസം വരും. അവിടെയാണ് രാജ്യസഭക്കകത്ത് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞത് ഈ ഡീലെല്ലാം നടത്തി തന്നത് ജോൺ ബ്രിട്ടാസ് ആണ് എന്നുള്ളത്. അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നില്ല, മന്ത്രി പറയുമ്പോഴാണ് അറിയുന്നത്. അപ്പോ ഗവൺമെന്റിന്റെ നയം ഇടതല്ലാതാകുമ്പോൾ, അത് പലപ്പോഴും എക്സ്ട്രീം റൈറ്റ് ആവുമ്പോൾ അതിൽ പ്രതിഷേധിക്കാനും ചോദ്യം ചെയ്യാനും ആഗ്രഹിക്കുന്നവർ ചിലപ്പോൾ ആ പാർട്ടികളിൽ ഉണ്ടാവാം. നിങ്ങൾക്കറിയാം, SFIയെ സംബന്ധിച്ച് CPIക്കാർ പറഞ്ഞത് എന്താ? സമരങ്ങളിൽ മുണ്ടെടുക്കരുതെന്നാണ്. സമരങ്ങളിൽ മുണ്ടെടുത്താൽ അവരുടെ കാവിക്കളസം പുറത്തു കാണുമെന്ന് CPIക്കാരാണ്, AYFകാരാണ് SFIക്കാരെ ഉപദേശിച്ചത്. അപ്പൊ അത് നയവ്യതിയാനമാണെന്ന് പറഞ്ഞ് വലിയ സമ്മർദ്ദം വന്നപ്പോൾ അതിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ അതെന്തിനു ഒപ്പിട്ടു എന്ന ചോദ്യത്തിന് വല്ല ഉത്തരവുണ്ടോ? അത് ഫണ്ടിന്റെ മാത്രം പ്രശ്നമാണെങ്കിൽ അത് മുന്നണിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമായിരുന്നില്ലേ? ഇപ്പൊ പ്രശ്നം അതിനപ്പുറത്തേക്കാണ് എന്നുള്ളത് ആ മുന്നണിക്കകത്ത് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ലിഫ്റ്റിൽ വെച്ച് നിസ്സഹായനാണ് എന്ന് പാർട്ടി സെക്രട്ടറി MA ബേബി പറയും നമ്മൾ കണ്ടു. ഒടുവിൽ ലേബർ കോഡ് വന്നു. ലേബർ കോഡ് വന്നപ്പോൾ CITU അതിന് ശക്തമായി എതിർക്കുന്നു, AITUC അതിന് ശക്തമായി എതിർക്കുന്നു, INTUC അതിന് ശക്തമായിട്ട് എതിർക്കുന്നു. പക്ഷെ ഇവിടെ ആ ലേബർ കോഡിന്റെ ചട്ടങ്ങൾ തയ്യാറാക്കി കാത്തു നിൽക്കുന്ന ഒരു ഗവൺമെന്റിന്റെ നടപടിയെ സംബന്ധിച്ച് തനിക്ക് പോലും അറിയില്ല എന്ന് TP രാമകൃഷ്ണൻ LDFന്റെ കൺവീനർ തന്നെ പറയുന്നു. അപ്പൊ പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവരും ഒക്കെയായി പല ആശയപരമായ കാഴ്ചപ്പാടുപരമായ വ്യത്യാസങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അതിൽ ചിലർ ഈ കാര്യങ്ങളിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, പ്രതിഷേധമുള്ളവരാണ്, ആ നയവ്യതിയാനത്തെ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അത് ചിലപ്പോ രാഷ്ട്രീയത്തിന് അതീതമായി ചിലപ്പോ ചിന്തിക്കുന്നവർ ജനാധിപത്യ മുന്നണിക്കൊപ്പം ഉണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, പല വിവാദങ്ങളും ഉണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നമുക്കെല്ലാവർക്കും അറിയാം. സമാനമായ സാഹചര്യങ്ങളിൽ വിവാദമുയർത്തുന്ന ആളുകൾക്കെതിരെ അതാത് പാർട്ടികൾ എന്ത് നടപടിയെടുത്തു എന്നുകൂടെ അതാത് പാർട്ടികൾ വിലയിരുത്തട്ടെ. കോൺഗ്രസ് എടുത്ത നടപടിയും ജനം വിലയിരുത്തട്ടെ. എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് നാട്ടിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിക്കുന്ന UDFന്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും അക്ഷീണം യത്നിക്കാൻ തയ്യാറുള്ളത് കൊണ്ടാണ് രാത്രി ഇത്ര വൈകിയും ഈ സംഗമത്തിൽ നിങ്ങളുടെ സാന്നിധ്യം. ഒരിക്കൽ കൂടി ക്ഷമ ചോദിക്കുന്നു, ബോധപൂർവമല്ല, പക്ഷെ ആവർത്തിച്ചു പറയുന്നു, ഗ്രൗണ്ടിൽ UDFന് അനുകൂലമായ ഒരു ട്രെൻഡ് കേരളത്തിലുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നമ്മുടെ മുമ്പിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരാൻ പറ്റിയതിന് സന്തോഷം അറിയിച്ചുകൊണ്ട് പോയിട്ട് വരാം. അടുത്ത രണ്ടിടത്തും കൂടെ മൈക്ക് ഓഫാക്കി